ഇപ്പൊ റോസ്മേരിനെ കുറിച്ച് പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. ഞാനും ഒരു വീഡിയോസിലൊക്കെ കണ്ടതാണ്. റോസ്മേരി നമ്മൾ എന്നും മണക്കണം, നമുക്ക് മെമ്മറി പതി വെക്കുക. അപ്പൊ കുറച്ചുകൂടെ വേഗം റൂട്ട് വരാം. എല്ലാവരുടെ എനിക്കിത് ഇന്ന് ഒരു ഡ്രമ്മിലുള്ള റോസ്മേരിയാണ്. റോസ്മേരിയൊക്കെ ഇത്രയും ജയിന്റ് സൈസിൽ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിലും ചെറിയ സൈസിൽ നമ്മൾ വയനാട്ടിൽ ചെയ്തിരുന്നു. ഇത് ചെയ്ത ആളെയും ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് ആളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് മാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനിയിപ്പോ പേര് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇതാണ് റോസ്മേരി എന്ന് പറഞ്ഞ പ്ലാന്റ്. റോസ്മേരി എല്ലാവർക്കും അറിയാം, ഇപ്പം ഹെയർ കെയറിൽ ഒത്തിരി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് നല്ല മണമാണ്. പിന്നെ ഇത് നട്ടേക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും ചാണകവും മണ്ണുമാണ് മെയിൻ. ഇവിടെ കൂടുതൽ കെമിക്കൽസ് ഉപയോഗിക്കാറില്ല. ചാണകവും മണ്ണ് തന്നെയാണ്. ഇതിന്റെ കട്ടിങ്സ് പിടിപ്പിക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ്. ഗ്രൗണ്ട് ലെയറിംഗ് വെച്ചിട്ട് കുറച്ച് എളുപ്പത്തിൽ വേര് പിടിക്കാനായിട്ട് കാണാറുണ്ട്. ഗ്രൗണ്ട് ലെയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചോട്ടില് ഇതൊന്ന് എടുത്തിട്ട് മണ്ണിന്റെ അങ്ങോട്ട് പതി വെക്കുക. അപ്പൊ കുറച്ചുകൂടെ വേഗം റൂട്ട് വരാനായിട്ട് ഞാൻ കാണാറുണ്ട്. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാറില്ല, ബിക്കോസ് എനിക്ക് ഇത്രയും സ്ഥലമേ ഉള്ളൂ. സ്ഥലക്കുറവ് എന്നോട് പറയാൻ പാടില്ല കേട്ടോ. അയ്യോ, കാരണം കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ ചെയ്ത് ശീലിക്കുന്നതാണ്. ശരിക്കും അത് തന്നെയാണ് ബെറ്റർ. ഉള്ള സ്ഥലം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് പ്രത്യേക വേറെ കെയറിങ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നും തന്നെ ചെയ്യാറില്ല. ചാണകം, വെള്ളം. തണുപ്പ് മേഖലയിലാണോ ഉണ്ടാവുക? ഇപ്പൊ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്ലെയിൻസിലൊക്കെ ആൾക്കാർ വളർത്തുന്നുണ്ട്. ബിക്കോസ് ഒത്തിരി കണ്ടിട്ടുണ്ട്. പോട്ടിമിക്സ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ചാണകമാണ് മെയിൻ. ചാണകം. പിന്നെ ഡ്രൈനേജ് കൂടുതൽ വേണോ? ഡ്രൈനേജ് വേണം, അതെല്ലാ ചെടിക്കും വേണമല്ലോ. ഡ്രൈനേജ് ഉണ്ടെങ്കിൽ ഏത് ചെടിയും വളരും. ഇപ്പൊ റോസ്മേരിനെ കുറിച്ച് പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ്. ഞാനും ഒരു വീഡിയോസിലൊക്കെ കണ്ടതാണ്. റോസ്മേരി നമ്മൾ എന്നും മണക്കണം, നമുക്ക് മെമ്മറി കുറച്ചും കൂടെ നാളത്തേക്ക് നിലനിൽക്കുന്നതാണ് പറയുന്നത്. ഏജിങ്ങിലൊക്കെ ഉണ്ടായത് അത് എന്നും മണക്കുന്ന നല്ലതെന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് അതെ ശാസ്ത്രീയമാണോന്ന് എനിക്കറിയില്ല. ഇപ്പൊ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. ഇത് മണത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മണമാണ്. മെമ്മറിക്ക് ഒത്തിരി നല്ലതാന്ന് പറയും. എല്ലാ ദിവസം മണത്താ നമുക്ക് മെമ്മറി വേഗം ലോസ് ആവില്ല എന്ന് പറയുന്നു. പക്ഷേ ഇത് ടീയിലൊക്കെ യൂസ് ചെയ്യാൻ ഈവൻ കോണ്ടിനെന്റൽ ഫുഡ്സിൽ ആൾക്കാർ യൂസ് ചെയ്യും. തീർച്ചയായിട്ടും. എന്തായാലും ഒരു വീട്ടിൽ ഒരെണ്ണെങ്കിലും വാങ്ങി വെക്കാൻ. എല്ലാവരും എനിക്കിത് തൊടുപുഴയിൽ ഒരു നഴ്സറിന്ന് കിട്ടിയത്. അവിടെ ഇപ്പൊ കാണുന്നുണ്ട്. മധുരൈ ചെറിയത് വാങ്ങിയ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ തൈ. നല്ല റൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു. എനിക്കിത് കുറച്ചാൾ വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ മണ്ണിലാകുമ്പത്തേനും ഇവിടെ മഴയൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ളതുകൊണ്ട് അങ്ങനെ. എന്തായാലും ഇതിന്റെ ഒക്കെ ട്രെയിനിങ്ങോട് കൂടിയിട്ട് ട്യൂട്ടോറിയൽ ആയിട്ട് ആള് വരുന്നുണ്ട്. അപ്പോൾ ഒരു 2 മാസം വെയിറ്റ് ചെയ്യൂലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ബൈ ബൈ.